വിജിത ശേഷി അതിമനോഹരമായി പാടി. താങ്ക് യു. ശരിക്കും ഇവിടെ കൃഷ്ണൻ ഉണ്ടായിരുന്നല്ലേ വിജിതയുടെ കൂടെ പാടുമ്പോ? നന്നായി വരട്ടെ. ശരത് സർ, എന്താണ് വിജിത കരഞ്ഞു പോയത്? എന്താന്ന് ചോദിച്ചാ ശരിക്കും കൃഷ്ണൻ എന്റെ കൂടെ ഇപ്പൊ ഇവിടെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പാടുന്ന പോലെ എനിക്ക് തോന്നി. വളരെ നന്നായിരുന്നു വിജിത, എനിക്ക് കുറേ ഇഷ്ടമായി. താങ്ക് യു സർ. അത് കൊണ്ടുപോലെ ശ്രീരാധ അതൊക്കെ കുറച്ചുകൂടെ നന്നാവാം. പിന്നെ പാരിജാതം അതൊക്കെ തെന്നലൊക്കെ കുറച്ച് മാറ്റാം. പിന്നെ മേളിൽ പാടിയതിൻ്റെ പിന്നെ കൃഷ്ണനടുത്ത് വന്നതിൻ്റെയും ഒരു ദോഷം ഉണ്ടായിരുന്നു ലാസ്റ്റ്. അത് കുഴപ്പമില്ല. നമ്മൾ ഇമോഷണലാകുമ്പോൾ ഇമോഷണലിൽ പിന്നെ മനുഷ്യനെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് നമ്മുടെ പ്രിയങ്കരിയായ ചിത്ര ചേച്ചിയെ കുറേ മിസ് ചെയ്തു ഞാൻ ഈ ഒരു സമയത്ത്. കാര്യം എന്താ എനിക്ക് വളരെ തുറന്ന് പറയാൻ പറ്റിയ എൻ്റെ എന്താ പറയേണ്ട ഒരു സ്വന്തം ചേച്ചി അതുപോലെയാണ് കാര്യം. ഒന്നാമത് ഞങ്ങൾ വീടടുത്തുമാണ്. കാര്യം എന്താ കുറേ ഓർമ്മകൾ മോള് തന്നു ഈ ഒരു പാട്ടിലൂടെ. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി കൊള്ളായിരുന്നു. എല്ലാ നന്മയും ഉണ്ടാകട്ടെ. കൃഷ്ണൻ എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ശ്രീനി സർ, ഔട്ട്സ്റ്റാൻഡിങ് വിജിത. താങ്ക് യു സർ. Good. Again, I don't know how you sing like this. ഒന്നും പറയാനില്ല. അതെന്തോ ആ പാരിജാതം വന്നപ്പോൾ എന്തോ ആയി. അപ്പോൾ ഞാനിങ്ങനെ കണ്ണു തുറന്നപ്പോൾ ശരത്ത് അവിടെ എഴുതി. ബട്ട് ഹി നെവർ സെഡ് മച്ച് അബൌട്ട് ദാറ്റ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സോ ഗുഡ്. ചിത്രയെ പോലെ ഇങ്ങനെ സ്റ്റേജിൽ പാടാൻ പറ്റുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഐ മീൻ ദാറ്റ്സ് ഔട്ട്. ഐ ഡോണ്ട് നോ ഹൗ യു ഡു ഇറ്റ്. എനിക്ക് ഐ റിയലി ഫെൽറ്റ് ദാറ്റ് ഇന്ന് ചിത്രയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ് ഉണ്ടാവണം, അത് വേറെ കാര്യം. ബട്ട് ഒരുപാട് സ്ഥലത്ത് ഐ ഫെൽറ്റ് യു സാങ് ലൈക്ക് വിജിത. ആക്ച്വലി ഐ എം സ്റ്റണ്ട്. ഇങ്ങനെ ഒരു പെർഫോമൻസ് സ്റ്റാൻഡിങ് ഒവേഷൻ വേണമെങ്കിൽ തരാം വിജിത. താങ്ക് യു സർ. താങ്ക് യു ശ്രീനി സർ. സുജാ ചേച്ചി.
താങ്ക് യു സുജാച്ചി. താങ്ക് യു സുജാ ചേച്ചി. ബിനു സാറിനോട് ചോദിക്കാം. ഒത്തിരി സന്തോഷമുണ്ട്. വിജിത പ്രാക്ടീസ് സെഷനിൽ വന്നപ്പോഴേ പറഞ്ഞു എൻ്റേതായിട്ടൊന്ന് പാടാൻ കഴിയണം. അത് വലിയൊരു ആത്മാർത്ഥതയോടു കൂടിയാണ് ഇരുന്നത് തന്നെ. അതിൽ നല്ലൊരു ശതമാനം വിജിത വിജയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജീവിതഗന്ധിയായ ഒരു സംഗീതം കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. കാരണം ഈശ്വരനെ ദർശിച്ചു. അവനവൻ്റെ സാക്ഷാത്കാരം അതാണ് നമ്മുടെ സംഗീതത്തിലൂടെ നേടേണ്ട. നന്മയിലേക്കായിരിക്കണം നമ്മുടെ യാത്ര. അപ്പം അത് ഒത്തിരി ഉത്തേജിപ്പിക്കും എല്ലാവരെയും. അപ്പം എല്ലാവർക്കും ഒരു അനുഭൂതിയാവട്ടെ അത്. എല്ലാ ആശംസകളും. നമുക്ക് സ്കോർ അറിയാം. സുജാ ചേച്ചി 28 on 30. Thank you സുജാ ചേച്ചി. ഷെനി സർ I really liked it. 29 on 30. Thank you ഷെനി സർ. ശരത് സർ. ഞാൻ ഇനി കുറച്ച് വന്നിട്ട് കൃഷ്ണൻ എന്നെ ഇട്ട് വിഷമിപ്പിക്കും. 28.5 on 30. Thank you ശരത് സർ. 85.5 on 90. 10 എത്ര മാർക്കാണ് നോക്കാം. 8 on 10. Total overall 93.5 on 100.